കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ജസ്റ്റിസ് നിതിൻ ജാംദാർ. ജസ്റ്റിസ് നിതിൻ ജാംദാർ. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ജില്ലാ സ്റ്റേറ്റ് ലേറ്റസ്റ്റ് GK സ്വദേശ് മെഗാ ക്യൂസിലേക്കും അക്ഷരമറ്റം ക്യൂസിലേക്കും 30 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അടങ്ങിയ ലേറ്റസ്റ്റ് GK സ്വദേശ് മെഗാ ക്യൂസിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യ, ഓസ്ട്രേലിയ, USA എന്നിവരെ കൂടാതെ ക്വാഡ് സഖ്യത്തിൽ അംഗമായ രാജ്യമേത്? ജപ്പാൻ. ഇന്ത്യ, ഓസ്ട്രേലിയ, USA, ജപ്പാൻ എന്നിവരാണ് ക്വാഡ് സഖ്യാംഗങ്ങൾ. മറ്റ് വൃക്ഷങ്ങളെ അപേക്ഷിച്ച് ആഗോളതാപനത്തെ കൂടുതലായി ചെറുക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയ സസ്യം? കണ്ടൽക്കാട്, മാൻഗ്രോവ്സ്. കണ്ടൽക്കാട്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ ആദ്യ വനിതാ പൈലറ്റ്? മോഹന സിംഗ്. മോഹന സിംഗ്. 2028 മാർച്ചിൽ ശുക്രനിലേക്ക് പേടകം അയക്കുന്നതിനുള്ള ഇന്ത്യയുടെ ദൗത്യം? വീനസ് ഓർബിറ്റർ മിഷൻ. വീനസ് ഓർബിറ്റർ മിഷൻ. ലോക ആംഗ്യഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 23. ഇന്ത്യൻ ജൂനിയർ പുരുഷ ഹോക്കി ടീമിൻ്റെ പുതിയ മുഖ്യ പരിശീലകൻ, ചീഫ് കോച്ച്? PR ശ്രീജേഷ്. റോഡ്, റെയിൽ, വ്യോമ, ജലഗതാഗത രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിവിധ മന്ത്രാലയങ്ങളുടെ ഏകോപനത്തിലൂടെ അനുമതി നൽകുന്ന കേന്ദ്ര പദ്ധതിയുടെ പേരെന്ത്? PM ഗതിശക്തി. 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിന്റെ പ്രചരണ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട ഹോളിവുഡ് നടൻ ആര്? ടോം ക്രൂസ്. ടോം ക്രൂസ്. വൈനു ബാപ്പു ഒബ്സർവേറ്ററി, അതായത് വാന നിരീക്ഷണ നിലയം, എവിടെയാണ്? കവലൂർ, തമിഴ്നാട്. തമിഴ്നാട്ടിലെ കവലൂർ. 2024 സെപ്റ്റംബറിൽ ലോക ചെസ് ഒളിമ്പ്യാഡിന് വേദിയായ നഗരം? ബുഡാപെസ്റ്റ്. ഹംഗറിയുടെ തലസ്ഥാന നഗരമായ ബുഡാപെസ്റ്റ്. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ്? അനുര കുമാര ദിസനായകെ. സിംഗപ്പൂരിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി? ലോറൻസ് വോങ്. ലോറൻസ് വോങ്. ഏത് വർഷമാണ് ശ്രീലങ്ക ശ്രീനാരായണ ഗുരുവിൻ്റെ തപാൽ സ്റ്റാമ്പ് ഇറക്കിയത്? 2009. 2009. സെപ്റ്റംബർ 5 ആദ്യമായി ദേശീയ അധ്യാപക ദിനം ആചരിച്ച വർഷം? 1962. ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനുള്ള സുരക്ഷാ സംവിധാനം? കവച്. കവച് സുരക്ഷാ സംവിധാനം. സൂപ്പർ ലീഗ് കേരള ജേതാക്കൾക്ക് നൽകുന്ന 8 കിലോ വെള്ളിയിൽ തീർത്ത ആനക്കപ്പിനിട്ട പേര്? സഹോ. സഹോ. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ ആകെ എത്ര മെഡലുകൾ നേടി? 29 മെഡൽ. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം അടക്കം 29 മെഡലുകൾ. ആന്റിബയോട്ടിക് ഔഷധങ്ങൾ ഏത് നിറത്തിലുള്ള കവറിൽ നൽകാനാണ് സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്? നീല കവർ. നീല നിറത്തിലുള്ള കവർ. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? 2005. 2005. സ്വദേശ് ക്വിസ് GKക്കും മറ്റെല്ലാ GK ക്വിസിനും ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ കപ്പലുകൾ ഉള്ളത് ഏത് ഷിപ്പിംഗ് കമ്പനിക്കാണ്? മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC.
സമൂഹ മാധ്യമങ്ങളായ എക്സ്, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിവയിലായി 100 കോടിയിലധികം ഫോളോവേഴ്സുള്ള കായിക താരം ആര്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ. കേരളത്തിൽ മൊബൈൽ ഫോൺ സേവനം ആരംഭിച്ച വർഷം 1996 സെപ്റ്റംബർ 17. 2025 ഓസ്കർ പുരസ്കാരത്തിന് മികച്ച വിദേശ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ പരിഗണിക്കുന്നതിന് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുത്ത കിരൺ റാവു സംവിധാനം ചെയ്ത ഹിന്ദി ചലച്ചിത്രം ഏത്? ലാപ്പത ലേഡീസ്. ലാപ്പത ലേഡീസ്. റാപ്പ് സംഗീത ലോകത്ത് പ്രശസ്തനായ ഹനുമാൻ കൈൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന മലപ്പുറം പൊന്നാനിക്കാരൻ. യഥാർത്ഥ പേര് സൂരജ് ചെറുകാട്ട്. 188 രാജ്യങ്ങൾ പങ്കെടുത്ത ചെസ് ഒളിമ്പ്യാഡ് ഓപ്പൺ വിഭാഗത്തിൽ മികച്ച താരങ്ങൾക്കുള്ള സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെ? ഡി ഗുകേഷ്, അർജുൻ എരിഗേസി. 169 രാജ്യങ്ങൾ പങ്കെടുത്ത ചെസ് ഒളിമ്പ്യാഡ് വനിതാ വിഭാഗത്തിൽ മികച്ച താരങ്ങൾക്കുള്ള സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെ? ദിവ്യ ദേശ്മുഖ്, വാന്തിക അഗർവാൾ. ഇന്ത്യൻ ചെസ് വളർച്ചയുടെ പിതാവ് എന്ന് വിശ്വനാഥൻ ആനന്ദിനെ ആരാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഫിഡെ, അതായത് ലോക ചെസ് ഫെഡറേഷൻ തന്നെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വനിത ഹരിണി അമരസൂര്യ. ശ്രീലങ്കയുടെ 3ാമത് വനിതാ പ്രധാനമന്ത്രിയാണവർ. ലോകത്തെയും ശ്രീലങ്കയുടെയും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആര്? സിരിമാവോ ബന്ദാരനായകെ. 1960 ജൂലൈ 21 അവർ പ്രധാനമന്ത്രിയായത്. കരയുന്ന വിധവ, വീപ്പിംഗ് വിഡോ എന്ന് അവരെ വിശേഷിപ്പിക്കുകയുണ്ടായി. സിലോൺ എന്ന പേരു മാറ്റി പൗരാണിക കാലത്തെ പേരായ ശ്രീലങ്ക എന്ന് രാജ്യത്തിനിട്ടത് സിരിമാവോ ബന്ദാരനായകയുടെ ഭരണകാലത്താണ്. യുവർ ബോണസ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ശ്രീലങ്കയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സിരിമാവോ ബന്ദാരനായകയുടെ മകളാണ് ആ രാജ്യത്ത് പ്രധാനമന്ത്രി പദവിയിലെത്തിയ 2ാമത്തെ വനിത. എന്താണ് അവരുടെ പേര്? നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ ഉടൻ തന്നെ, ഇപ്പോൾ തന്നെ. കൂടുതൽ അറിവിന്, കൂടുതൽ ക്വിസിന് ഉണ്ണീസ് വിജയപാത.